ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയുടെ 7ാമത്തെ അവതരണത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ ലേഖനം. പുതിയ നിയമത്തിലെ വളരെ ഘനഗംഭീരമായ ഒരു ലേഖനം, വളരെ സുപ്രധാനവും പ്രാധാന്യമർഹിക്കുന്നതുമായ ദൈവിക സത്യങ്ങൾ. റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 15 വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 8 മുതൽ 15 വരെയുള്ള വേദഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലനായ പൗലോസ് റോമെന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ലോകപ്രസിദ്ധമായ പട്ടണത്തിലേക്ക് താൻ വളരെയധികം നാളുകൾ പോകാൻ ആഗ്രഹിച്ചു. അവിടെ ഒരു പ്രാദേശിക ഇടവകകളുണ്ട്, അനവധി ഇടവകളുണ്ടാകാം. അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ സകല സഭകളും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു കൂട്ടായ്മ മാത്രമല്ല, അനവധി കൂട്ടായ്മകളുണ്ട്. മിക്ക കൂട്ടായ്മകളും ഭവനങ്ങളിലാണ്. ആ പട്ടണത്തിലേക്ക് താൻ പോകാൻ ആഗ്രഹിച്ചു, വളരെ നാളുകളായി വാഞ്ചിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിച്ചു, താൻ ആഗ്രഹിക്കുക മാത്രമല്ല നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഉടൻ തന്നെ ഉത്തരം കൊടുത്തില്ല എങ്കിലും ദൈവം കാത്തിരിക്കാനായിട്ട് പറയുന്നുവെങ്കിൽ പോലും താൻ പ്രാർത്ഥനയിൽ തുടരുകയാണ്. അതോടൊപ്പം നാം പഠിച്ച മറ്റൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവഹിതപ്രകാരമായിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവഹിതമെങ്കിൽ യാക്കോബിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന പട്ടണത്തിൽ പോയി ഒരാണ്ട് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ യാക്കോബ് ചോദിച്ചു, നിങ്ങൾ കേൾപ്പിൻ, ദൈവഹിതമെങ്കിൽ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും എന്നല്ലോ പറയേണ്ടത്. വമ്പ് പറഞ്ഞ് പ്രശംസിക്കരുത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. അത് നമ്മൾ അംഗീകരിക്കണം. പ്രാർത്ഥന അത് ഏറ്റുപറയണം. കർത്താവേ, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ ഹിതമെങ്കിൽ, നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്ന് പറയാൻ സാധിക്കണം. ദാവീദ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. ആഗ്രഹം നല്ലതാണ്. പക്ഷേ ദൈവം പറഞ്ഞത്, നിൻ്റെ പണിയല്ല, നീ കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും, നിൻ്റെ മകൻ പണിയട്ടെ. നിൻ്റെ കയ്യിൽ നിറയെ രക്തമാണ്, നീ എനിക്ക് വേണ്ടി യുദ്ധങ്ങൾ നടത്തിയവനാണ്. എൻ്റെ ആലയം പണിയേണ്ടത് സമാധാനം ആംക്ഷിക്കുന്ന നിൻ്റെ മകനാകട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിതപ്രകാരമായിരിക്കണം. പൗലോസ് എന്താണ് ഇത്രമാത്രം റോമിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ കാരണം? ആവോളം ഒരുങ്ങിയിരിക്കുന്ന പ്രയോഗമാണ്. വല്ലാതെ ആഗ്രഹിക്കുകയാണ്, നിരന്തരമായി ആഗ്രഹിക്കുകയാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. വൈകും തോറും തൻ്റെ വേദന വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് താൻ റോമിലേക്ക് പോകാൻ ഇത്രമാത്രം വാഞ്ചിച്ചത്? കാരണം 8-ാം വാക്യം നമ്മൾ വ്യക്തമായി കണ്ടു. റോമിലുള്ള ദൈവമക്കളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിലുടനീളം, സർവ്വലോകം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. റോമൻ സാമ്രാജ്യം, ലോകമെങ്ങും പടർന്നു കിടക്കുന്ന റോമൻ സാമ്രാജ്യത്തിലെ റോം പലരും യാത്ര ചെയ്ത് വരികയും പോവുകയും ചെയ്യുന്നൊരു നഗരമാണ്. സന്ദർശകരായിട്ടും മറ്റു പല ആവശ്യങ്ങൾക്കും, കച്ചവടത്തിനും വാണിജ്യത്തിനും സംസ്കാര സമ്മേളനങ്ങൾക്കുമെല്ലാം ഇപ്പോൾ വരുന്നവരെല്ലാം ഒരുപക്ഷെ റോമിലെ ദൈവമക്കൾ എന്ന് പറയുന്ന അവരുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടു. കൂടാതെ ദൈവമക്കളും പലയിടത്ത് യാത്ര ചെയ്യുന്നവരാണ്. അവരെ കണ്ടുപിട്ടിയവരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഇത്രയും വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിൽക്കുന്നൊരു സമൂഹം. പൗലോസിൻ്റെ അടുക്കൽ അവരെക്കുറിച്ച് വാർത്ത കേട്ടി. പൗലോസ് അവരെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന തെളിവാണ്. അതും എങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ? 1-ാം അധ്യായത്തിൻ്റെ നമ്മളതിൻ്റെ 21 മുതൽ 32 വേദഭാഗം വായിക്കുമ്പോൾ എങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ്, അന്തരീക്ഷത്തിലാണ് ഇവർ വിശുദ്ധരായി ജീവിച്ചത്. എല്ലാ തിന്മയും, അഴിമതികളും, എല്ലാ തരത്തിലുള്ള ദുശ്ശീലങ്ങളും, കൊലയും, പിണക്കവും, കപടവും, അത്യാഗ്രഹവും, അനീതിയും, ദുഷ്ടതയും എല്ലാം നിറഞ്ഞൊരു പശ്ചാത്തലത്തിൽ സാക്ഷ്യത്തോടെ ജീവിച്ചൊരു സമൂഹം. അപ്പോൾ അത് സാധ്യമാണ്. നമ്മൾ അന്തരീക്ഷത്തെ, സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവമക്കളായി വിശ്വാസത്തിൻ്റെ ഔന്നിത്യത്തിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഈ വിശ്വാസം വിഗ്രഹാരം നിറഞ്ഞു കിടക്കുന്ന പട്ടണത്തിൻ്റെ നടുവിൽ നിന്ന്, അനീതിയും അതിക്രമങ്ങളും നിറഞ്ഞ ഒരു അവസ്ഥയിൽ നിന്ന്, ഭൗതികവാദം മുറുകെ പിടിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ നിന്ന്, ക്രിസ്ത്യാനിത്വത്തിന് എല്ലാവിധത്തിലുള്ള എതിർപ്പും ആക്രമണങ്ങളും നടക്കുന്നൊരു സ്ഥലത്ത് നിന്ന് കർത്താവ് യേശുവിലൂടെ പകർന്നു കിട്ടിയതായ പ്രകാശം ഇങ്ങനെ പരക്കുകയാണ്. ആ റോമൻ സാമ്രാജ്യം മുഴുവൻ പരക്കുകയാണ്. വളരെ ചെറിയൊരു കൂട്ടായ്മയാണ് അവിടെയുള്ള കൂട്ടായ്മകൾ, പലരും വീടുകളിലാണ്. പക്ഷേ അവർ വിശ്വാസത്തിൽ വിശ്വസ്തരായിരുന്നു. പ്രതികൂല സാഹചര്യത്തെ നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് 1-ാമത്തെ കാരണം. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ അടുക്കൽ പോവുക, അത് പൗലോസ് ആഗ്രഹിച്ചു. 2-ാമത്തെ കാരണം പൗലോസ് പറയുന്നു, അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മിക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. നിങ്ങളുടെ സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ അവരെ ബലപ്പെടുത്തുക, അവരെ ഉറപ്പിക്കുക, കോട്ട കെട്ടി ബലപ്പെടുത്തുന്നത് പോലെ.
ഈ സന്ദർഭത്തിൽ നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം ഒന്ന് വായിച്ചു കേൾക്കുന്ന പ്രയോജനകരമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ അവരോട് എഴുതുമ്പോൾ പറഞ്ഞു, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ, അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ച് വചനമനുസരിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ, നമ്മുടെ കൂടെ ക്രിസ്തു നടക്കണം, അഥവാ ക്രിസ്തുവിൻ്റെ കൂടെ നാം നടക്കണം. നടന്നാൽ മാത്രം പോരാ, ഒരു കൂട്ടായ്മ ഉണ്ടാകണം. മുന്തിരിവള്ളിയും കൊമ്പുകളെന്ന പോലെ പരസ്പരമുള്ള ഒരു ബന്ധമുണ്ടാകണം. ആ കൂട്ടായ്മയിൽ നടപ്പീൻ. എന്നിട്ട് പറയുന്ന പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. അവനിൽ വേരൂന്നുക. അനുദിനം കർത്താവ് യേശുക്രിസ്തുവിൽ വേരൂന്നുക. ക്രിസ്തുവിൻ്റെ ആ സൗന്ദര്യം, ആത്മീക സൗന്ദര്യവും വിശുദ്ധിയും ജ്ഞാനവും എല്ലാം സ്വീകരിക്കത്തക്കവണ്ണം അവനിൽ വേരൂന്നിയും ആത്മിക വർധന പ്രാപിച്ചു. എങ്ങനെയാണ് ഒരാൾ ആത്മിക വർധന പ്രാപിക്കുന്നത്? ക്രിസ്തുവിൽ വേരൂന്നതിൻ്റെ ഫലമായി, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതിൻ്റെ ഫലം. അങ്ങനെ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും. വിശ്വാസത്തിൽ ഉറയ്ക്കണം, അത് സ്തോത്രത്തിൽ കവിയണം, നന്ദി കരേറ്റൽ പ്രതിഫലിക്കണം. അതേപോലെ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം അതാണ്. നിങ്ങളുടെ സ്ഥിരീകരണം, നിങ്ങളുടെ ഉറപ്പ്, ആത്മീക വരം നിങ്ങൾക്ക് നൽകണം. എന്താണ് ആത്മീക വരം എന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. 1-ാം നൂറ്റാണ്ടിലാണ്. പുതിയ നിയമ പുസ്തക രൂപത്തിൽ നൽകപ്പെടുന്നതിന് മുമ്പുള്ള കാലം. അവരുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ പകരണം. ഇതാണ് ലളിതമായി പറഞ്ഞാൽ. അതിന് എനിക്ക് നിങ്ങളെ വന്ന് കാണാം. ഞാനൊരു അപ്പോസ്തലനാണ്, പൗലോസ് അപ്പോസ്തലനാണ്. ഇവിടെ തൻ്റെ ആഗമനം, തൻ്റെ സന്ദർശനം അവർക്ക് മറ്റാര് വരുന്നതിനേക്കാളും പ്രയോജനമാണ്. ഇവിടെ അപ്പോസ്തലിക അധികാരമുണ്ട്. വരങ്ങൾ പകർന്നു കൊടുക്കാൻ, കൈവെപ്പിനാൽ വരങ്ങൾ പകർന്നു കൊടുക്കാനുള്ള കഴിവുണ്ട്. ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. അതുകൊണ്ട് തൻ്റെ വരവ് അവരെ അനുഗ്രഹിക്കും, ഉറപ്പിക്കും. പ്രവൃത്തികൾ 8:17 യെരുശലേമിൽ നിന്ന് പത്രോസ് യോഹന്നാനും വന്ന് സഭയിലുള്ളവരുടെ ചിലരുടെ മേൽ കൈവച്ച് അനുഗ്രഹങ്ങൾ പകർന്നതുപോലെ പൗലോസ് എഫേസോസിലെ ഉൾപ്രദേശം സഞ്ചരിച്ചപ്പോൾ പ്രവൃത്തികൾ അപ്പോസ്തലപ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ കണ്ടതുപോലെ ഇവിടെ പറയുന്നത് താൻ എന്തിനു വേണ്ടിയാണ് ഈ വരങ്ങൾ അവർക്ക് നൽകുന്നത്? അവരുടെ സ്ഥിരീകരണം, വ്യക്തമായ ഉദ്ദേശം പറയുന്നു. ഈ വരങ്ങളുടെ ഫലമെന്ത്, ഉദ്ദേശമെന്ത്? അവരുടെ ഉറപ്പ്, അവരുടെ ബലപ്പെടുത്തൽ. റോമിലുള്ള വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക, അതാണ് ആവശ്യം. അന്നും ഇന്നും ദൈവം ഒരു മനുഷ്യൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ, വിശ്വാസിയുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന മാർഗം തിരുവചനമാണ്. ദൈവവചനത്തിലൂടെയാണ് ഒരു വ്യക്തി വിശ്വാസത്തിൽ ഉറയ്ക്കുന്നത്. റോമലേഖനം 10:17 വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അത്ഭുത വീര്യപ്രവർത്തികളിലൂടെയല്ല ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നത്. ഇന്ന് അത്ഭുത വീര്യപ്രവർത്തികളില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു. ഇന്ന് വചനത്തിലൂടെയാണ്, വചന പഠനത്തിലെ വായനയിലൂടെയാണ് ഒരുവൻ്റെ വിശ്വാസം ബലപ്പെടുന്നത്. അപ്പോൾ പൗലോസിൻ്റെ മനസ്സിൽ ഉള്ള ഉദ്ദേശം ഒരു പക്ഷേ താൻ അവിടെ കടന്നു ചെന്ന് ഉപദേശിച്ചും പഠിപ്പിച്ചും പ്രബോധിപ്പിച്ചും ആശ്വസിപ്പിച്ചും അവരോടൊപ്പം പ്രാർത്ഥിച്ചും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം പകർന്നും അവരെ അച്ചടക്കം വേണ്ട ആ വിഷയങ്ങളിൽ അച്ചടക്ക നിർദ്ദേശങ്ങൾ കൊടുത്തും ഇങ്ങനെ വചനത്തിൻ്റെ വിവിധ മാർഗങ്ങളിലൂടെ അവരെ ബലപ്പെടുത്തുക. ഇത് ഏറ്റവും ഉദാത്തമായ മാർഗമാണ്. അത് തന്നെയാണ് തിരുവചനം നൽകി തന്നത്. ദൈവത്തിൻ്റെ വചനം സകല തിരുവെഴുത്ത് ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾ വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിന് നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. പ്രവൃത്തികൾ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മിഷണറി പ്രവർത്തനമായി കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. പ്രവൃത്തികൾ 18:23 അവിടെ കുറേ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തിലും ഫ്രുഗ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെയൊക്കെ ഉറപ്പിച്ചു. ഇങ്ങനെയാണ് ഉറപ്പിക്കുന്നത്. കെട്ടിടം പണിത് ഉറപ്പിക്കുക, 2-3 എക്സ്ട്രാ തൂണുകളും കൂടെ കെട്ടിടത്തിന് പഠിപ്പിക്കുക എന്ന അർത്ഥമല്ല. വചനത്തിൽ ഉറപ്പിച്ചു, പരിജ്ഞാനത്തിൽ ഉറപ്പിച്ചു. ഇവിടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് വചനപ്രകാരം മറുപടി കൊടുത്തു. ദൈവഹിതം എന്തെന്നവരെ ബോധ്യപ്പെടുത്തി, അവനെ ഉറപ്പിച്ചു. അപ്പം തന്നാൽ കഴിയുന്ന തരത്തിൽ താൻ അപ്പോസ്തല നിലയിൽ തനിക്കുള്ളതായ ദൈവിക വെളിപാടുകൾ, 3-ാം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെട്ടവൻ, കർത്താവ് യേശുവിനെ തനിക്ക് വെളിപ്പെട്ട് കിട്ടിയവൻ, ഗമാലിൽ എഴുന്ന് പഠിച്ച് ന്യായപ്രമാണത്തെയും പുതിയമത്തെയും വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിക്കാൻ കഴിവുള്ളവൻ, പ്രത്യേക വരങ്ങളുള്ള മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം തീർച്ചയായും റോമിലുള്ള വിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. അവർ ഉറപ്പിക്കപ്പെടും. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക എന്നുള്ള വ്യക്തമാണ്. എന്തുകൊണ്ട്? കാരണം പുറജാതികളായുള്ള ലോകം അവരെ തിരിച്ചു വിളിക്കാൻ ആഗ്രഹിക്കുന്ന വിഗ്രഹാരാധനയിലേക്ക് നിരന്തരം പ്രലോഭനങ്ങൾ നേരിടുന്നുണ്ട്. ഇവർ
അവർ താമസിക്കുന്നതായിരിക്കുന്നത് അങ്ങനെ ഒരു പട്ടണത്തിന് നടുവിലാണ്. കൂടാതെ യഹൂദന്മാർ ന്യായപ്രമാണത്തിലേക്ക് വരെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അതിൻ്റെ പ്രലോഭനമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവമക്കൾ ഉറപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നോക്കം പോകും. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കർത്താവിൻ്റെ സഭയിൽ അംഗങ്ങളായി തീരുവാൻ കൃപ ലഭിച്ചവർ അവിടെ വിട്ടിട്ട് പെന്തിക്കോസിലേക്കും ബദറിലേക്കും മറ്റുള്ള ദുരുപദേശം പ്രസംഗിക്കുന്ന ഇടങ്ങളിലേക്കും തിരിച്ചു പോകുന്നു. കാരണം എന്ത്? വചനത്തിൽ ഉറപ്പ് നേടിയില്ല, വചനം ശരിയായി പഠിച്ച് മനസ്സിലാക്കിയില്ല, ദൈവത്തിൻ്റെ നിസ്തുലമായ ഉപദേശത്തിൻ്റെ ആ വിശുദ്ധി തിരിച്ചറിഞ്ഞിട്ടില്ല. അത് കളഞ്ഞിട്ട് താൽക്കാലിക നേട്ടത്തിനു വേണ്ടി പലയിടത്തേക്ക് ഓടും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വചനത്താൽ ഉറപ്പ് നേടണം, അവർ ബലപ്പെടണം. 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ ജീവിതം ജീവിക്കുക എളുപ്പമല്ല, 21-ാം നൂറ്റാണ്ടിലും എളുപ്പമല്ല. എളുപ്പമുള്ള കാര്യമല്ല ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ അവസാനത്തിന് പിടിച്ചു നിൽക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിനാണ് ദൈവം കൂട്ടായ്മ തന്നത്. അന്യോന്യമുള്ള കൂട്ടായ്മ, ആശ്വാസം കൂട്ടായ്മയിലൂടെ ലഭിക്കുക ദൈവം ഒരുക്കി. അതുകൊണ്ട് പൗലോസ് എനിക്ക് നിങ്ങളുടെ അടുക്ക വരണം. 3-ാമത്തെ കാരണം പൗലോസ് വളരെ വ്യക്തമായി ഈ വിഷയം തന്നെ പറയും. 12-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസം. ഒത്തൊരുമിച്ചുള്ള വിശ്വാസം പൊതുവിശ്വാസമാണ്. അവർ രണ്ടുപേരും, രണ്ട് കൂട്ടരും, പൗലോസും റോമിലുള്ള വിശ്വാസികൾ നിൽക്കുന്ന ഒരേ വിശ്വാസ സംഹിതയിലാണ്, ഒരേ വചനാടിസ്ഥാനത്തിലാണ്. വ്യത്യസ്ത ഉപദേശങ്ങൾ പിടിച്ചുകൊണ്ടുവന്നവർ തമ്മിൽ കൂട്ടായ്മയില്ല. ഒരേ ഉപദേശം നിൽക്കുന്നവർ തമ്മിൽ മാത്രമേ കൂട്ടായ്മയുള്ളൂ. അത് വ്യക്തമായി പറയുന്നത്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടത്. നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങളെ വന്ന് കാണുമ്പോൾ എനിക്കും ആശ്വാസം കിട്ടും. ഇപ്പോൾ പൗലോസ് ആഗ്രഹിക്കുന്നത് അവരുടെ കൂട്ടായ്മയാണ്. പൗലോസിന് അവരുടെ കൂട്ടായ്മ ആവശ്യമാണ്. ഇങ്ങനെയുള്ളവരുടെ കൂട്ടായ്മ ദൈവമക്കൾക്കും ആവശ്യമാണ്. അല്ലെ, നമ്മളെ ദൈവത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാരിൽ നമ്മളെ വഴിതെറ്റിക്കുന്ന അങ്ങനെയുള്ള കൂട്ടായ്മയിലേക്ക് പോകരുത്. എന്തൊക്കെ വെച്ച് നീട്ടിയാലും അവിടേക്ക് പോയി തലവെച്ച് കൊടുക്കരുത്. നമ്മുടെ ആത്മീയ ജീവിതം തകരും. പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആശ്വാസം കിട്ടണം. ഇതാണ് പൗലോസിൻ്റെ 3-ാമത്തെ കാരണം. അവിടേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചതിൻ്റെ 3-ാമത്തെ കാരണം അതാണ്. അപ്പം ചിലപ്പോൾ താൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പൗലോസിന് അങ്ങനെ നമ്മൾ പലപ്പോഴും കണ്ടു. പൗലോസ് രീതിയാണ്, താൻ പറയുന്ന വാക്യം, പറയുന്ന പ്രസ്താവന, പറയുന്ന ദൈവിക സത്യം ചിലപ്പോൾ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. റോമലേഖനം 6-ലെത്തുമ്പോൾ നമ്മൾ കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഇത്രയും വാഞ്ച ഞങ്ങളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇതുവരെ വരാത്തത്? ഇത് തൊട്ടടുത്ത ദേശം വരെ വന്നതല്ലേ? അപ്പോൾ അവിടെയെല്ലാം പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെയും താൻ അവരോട് പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്നുള്ളത് തന്നെ വിശദീകരിക്കുകയാണ്. ഇത് ഞാൻ നിങ്ങളെ വന്ന് കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഫലം കിട്ടണമെന്നല്ല, നിങ്ങളെ കാണുമ്പോൾ എനിക്കും അനുഗ്രഹം കിട്ടണം. അവർ കൂട്ടായ്മയിൽ എല്ലാവരും ക്രിസ്തുവിൽ തുല്യരാണെന്നുള്ള വലിയ സത്യം കൂടിയാണ്. എല്ലാവരും ആവശ്യമുള്ളവരാണ്. അപ്പോസ്തലനായാൽ പോലും ലോകമെങ്ങും സഞ്ചരിച്ച് കർത്താവിൻ്റെ കൃപയാൽ ഇത്രയധികം പ്രാദേശിക ഇടവകകൾ ദൈവകൃപയാൽ ഉണ്ടാകുവാൻ കാരണമായി തീർന്ന വ്യക്തിയാണെങ്കിലും, 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെട്ട് ദൈവിക വെളിപാടുകൾ അനവധി ലഭിച്ച വ്യക്തിയാണെങ്കിലും താനൊരു മനുഷ്യനാണ്. തനിക്ക് ആശ്വാസം വേണം. തന്നെയും ആരെങ്കിലും സ്നേഹിച്ച് അഭിനന്ദിക്കണം, തന്നോട് നല്ല വാക്ക് പറയണം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന നേരെ തിരിച്ചാണ്. ഈ ആശ്വാസം വേണ്ടവർക്ക് ആശ്വാസം കൊടുക്കില്ല. നിരന്തരം കുറ്റപ്പെടുത്തലുകൾ, നിരന്തരം വിമർശനങ്ങൾ, കളിയാക്കലുകൾ, അപമാനങ്ങൾ. അത് വലിയ ദ്രോഹമാണ് ഒരാളോട് ചെയ്തത്, പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവരോട്. അത് ചെയ്യുന്ന വ്യക്തി ഏറ്റവും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അത് പിശാചിൻ്റെ പണിയാണ്, ദൈവത്തിൻ്റെ പണിയല്ല. ദൈവവേല ചെയ്യുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവരുടെ സാമ്പത്തിക ബുദ്ധികൾ നേരിടുമ്പോഴും മറ്റു വിഷയങ്ങൾ നേരിടുമ്പോഴും അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുകയല്ല, കുറ്റപ്പെടുത്തിക്കൊണ്ട്. അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഒരിക്കലും ദൈവമക്കൾ അതിൽ പങ്കുചേരരുത്, സൂക്ഷിക്കണം. അത് നന്നല്ല എന്ന് വ്യക്തമായി പറയും വചനത്തിൽ. അവരെ ബഹുമാനിക്കണം. അവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു പ്രാദേശിക സഭയിലേക്ക് പോകാം. അവിടെ നിങ്ങളുടെ സ്വന്തം ആത്മീയ ജീവിതം അത് ജീവിക്കാൻ വേണ്ടിയുള്ള വഴികൾ തിരഞ്ഞെടുക്കുക. പക്ഷെ ഉപദേശത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ഇപ്പോൾ ഇവിടെ പൗലോസ് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നന്മ തരാൻ വേണ്ടി മാത്രമല്ല, എനിക്കും ആശ്വാസം വേണം. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ ആശ്വാസം കിട്ടണം. അത് റോമലേഖനം 15-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിലും പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. 15:32 കർത്താവ് യേശുക്രിസ്തുവിനെ ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു,
നമ്മുടെ ഓക്കെ അതിൻ്റെ 31 മുതൽ വായിക്കും. ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തിലുള്ള പ്രാർത്ഥനയിൽ പോരാടണം. നിങ്ങളോട് എൻ്റെ മനസ്സ് തണുക്കണം. വരുമ്പോൾ ഭയപ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാകരുത്. ദൈവങ്ങൾ ഒരുമിച്ച് കിടുമ്പോൾ ഞരക്കം. കാരണം ഈ കുറ്റപ്പെടുത്തലുകളും കളിയാക്കുകളും അപമാനങ്ങളും നന്ദികേടുകളും അനുഭവിക്കുമ്പോൾ ഞരക്കമുണ്ടാകും, വേദനയുണ്ടാകും, ഹൃദയത്തിലേക്ക് വലിയ കുന്തം കുത്തി ഇറക്കുന്ന വേദനയുണ്ടാകും. ദൈവമക്കൾ പരസ്പരം മനം തണുക്കണം, ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കണം. അത് ശ്രദ്ധിക്കണം, വളരെ ആവശ്യമാണ്. അന്യോന്യമുള്ള അനുഗ്രഹം ക്രിസ്തീയ കൂട്ടായ്മയുടെ വലിയ ദൈവ പദ്ധതിയാണ്, ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. താനൊരു അപ്പോസ്തലനാണ് എങ്കിലും താൻ നിഗളിക്കുന്നില്ല, ദുരഭിമാനത്തിൽ നിൽക്കുന്നില്ല. തൻ്റെ ആവശ്യം താൻ തിരിച്ചറിഞ്ഞ് അറിയിക്കുകയാണ്. എനിക്കും ഇങ്ങനെ ആവശ്യമുണ്ട്, എനിക്കും ആശ്വാസം വേണം. കാരണം പ്രബോധന ആശ്വാസം ഒന്നും ഒരു വഴി മാത്രമല്ല, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടത്. നമ്മൾ ആശ്വാസം കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് ആശ്വാസം കിട്ടണം. വചനം പഠിക്കുന്നവർ തിരിച്ച് വചനം പഠിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. അല്ലെങ്കിൽ നന്ദികേടാണ്. തിരുവഴുത്തിൽ അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് നമ്മൾ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നെങ്കിലും വചനം പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും. അപ്പോൾ വചനത്തിലൂടെയാണ് ഈ നന്മ കിട്ടിയത് മുഴുവൻ. ദൈവവചനത്തെ കേൾക്കാനും അറിയാനും അനുസരിക്കാനും കൃപ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ നന്മ കിട്ടിയത്. അപ്പോൾ ആ നന്മ ദൈവം നമുക്ക് തരാൻ കാരണമായി ദൈവം ഉപയോഗിച്ച വ്യക്തിയെ നാം ഉപദ്രവിച്ചാൽ, അപമാനിച്ചാൽ, ആ നന്മയെ പുച്ഛിക്കുകയാണ്, ധിക്കരിക്കുകയാണ്. ദൈവം നന്മ ചെയ്യുന്ന സകല നന്മയിൽ ഓഹരി കൊടുക്കണം, നല്ല വാക്ക് പറയണം, അഭിനന്ദിക്കണം, പ്രാർത്ഥിക്കണം, സഹായം ആവശ്യമുള്ളപ്പോൾ സഹായിക്കണം. യഥാർത്ഥ ദൈവപരിജ്ഞാനമുള്ള ദൈവഭക്തർ എല്ലാം അത് ചെയ്യും. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്. നമുക്ക് അന്യോന്യം ആവശ്യമാണ്. ഒരുമിച്ചാണ് ആരാധന, ഒരുമിച്ചുള്ള പ്രവർത്തനം, ഒരുമിച്ചുള്ള കൂട്ടായ്മ. പുതിയ 44-55 തവണ അന്യോന്യം എന്ന വാക്ക് കാണാം. ഒരേ വായനയിൽ ഏകവായന ദൈവത്തെ സ്തുതിക്കണം. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ കൂടി വരുമ്പോൾ പരസ്പരമുള്ള ബന്ധം നേരെയല്ലെങ്കിൽ അവിടെ ആരാധിക്കാൻ പറ്റില്ല. എല്ലാവരും ഒരേ വായന ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ പരസ്പരം കരുതുന്നവരായിരിക്കണം, പരസ്പരം പ്രബോധിപ്പിക്കണം, പരസ്പരം ദൈവത്തെ ഒരുമിച്ച് നിന്ന് സേവിക്കണം. ദൈവത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു തീക്കൂന, കമ്പുകളൊക്കെ വെട്ടിയിട്ട് കത്തിക്കുകയാണ് ഒരു തണുപ്പ് കാലത്ത്. അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൂനയുടെ ഇടയിൽ നിന്ന് ഒരു കമ്പ് നമ്മളിങ്ങനെ വലിച്ച് പുറത്തെടുക്കുകയാണ്. വലിച്ച് പുറത്തെടുത്ത് നമുക്ക് കാണാം ഈ കമ്പ് കുറച്ച് കറുത്ത് തീയൊക്കെ കെട്ട് അണഞ്ഞു പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നവർ, കൂട്ടായ്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ, ഇവരുടെ ആത്മജീവിതത്തിൽ ഇങ്ങനെയാണ്. ഇവിടെ തീ കെട്ടുപോകും, ഇവർക്ക് ജ്വലിക്കാൻ പറ്റില്ല. ഒറ്റയ്ക്ക് നിന്ന് ആത്മീയമായിട്ട് വളരുക എന്നുള്ള ദൈവം ഉദ്ദേശിച്ചിട്ടേയില്ല. ദൈവം ഉദ്ദേശിച്ചുള്ള കൂട്ടായ്മയാണ്, ഒരുമിച്ചുള്ള കൂട്ടായ്മ. അത് ഏത് വിധത്തിലാണെങ്കിലും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. അത് ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയാണ്. ഒരുമിച്ച് കൂടണം. ക്രിസ്തീയ ജീവിതം അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അന്യോന്യം സഹായം നമുക്ക് വേണം. നമ്മുടെ കുറവ് വേറെ ആളെ പരിഹരിക്കും, ആത്മീയമായി ബലപ്പെടുത്തും, പ്രബോധിപ്പിക്കും, സഹായിക്കും, നിർദ്ദേശം തരും, കൂടെ നിന്ന് മാർഗനിർദ്ദേശം പറഞ്ഞു തരും, വചനത്താൽ താങ്ങി നിർത്തും. 4ാമത്തെ കാരണം കൂടെ പെട്ടെന്ന് പറഞ്ഞ് നിർത്താം. പൗലോസ് റോമിൽ പോകാൻ ആഗ്രഹിച്ച മറ്റൊരു കാരണം 13ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. റോമർക്ക് ലേഖനം 1:13 എന്നാ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചുവെങ്കിൽ ഇതുവരെ മുടക്കം വന്നുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ ഫലമുണ്ടാകണം. എന്താണ് ഈ ഫലമെന്ന് പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പോലെ ആത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മിക സ്വഭാവ സവിശേഷതകൾ, സ്നേഹം, സന്തോഷം, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയ ആത്മഫലങ്ങളെ 9 ഫലങ്ങൾ, അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത് എന്ന് ചിലർ ചിന്തിക്കുന്നു. അതായത് അവിടെയുള്ള ദൈവമക്കൾ ആത്മികമായി വളരാൻ വേണ്ടിയുള്ള ഫലങ്ങൾ കൊടുക്കുക, ആത്മാവിൻ്റെ ഫലങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് ആത്മാക്കളെ നേടുവാൻ വേണ്ടി സുവിശേഷം അറിയിക്കുന്നതിലൂടെ ആത്മാക്കളെ കർത്താവിലേക്ക് നേടുക, അങ്ങനെ നേടുന്നതിനെ ഫലമെന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഫലമാണ്. നമ്മൾ സുവിശേഷം അറിയിച്ച് റോമിലെ പട്ടണത്തിൽ ചെന്ന് പൗലോസ് തെരുവുകളിലും ചന്തസ്ഥലത്തും മറ്റിടങ്ങളിലുമൊക്കെ സുവിശേഷം അറിയിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് ആൾക്കാരെ നേടുക. അപ്പോൾ എനിക്കതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതായിരിക്കും ശരിയായിട്ടുള്ള അർത്ഥം. അപ്പം ആത്മാക്കളെ നേടുക എന്നുള്ളതാണ് പൗലോസ് അവിടെ പോകാൻ ഉദ്ദേശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പൗലോസ് പറഞ്ഞു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. തൻ്റെ യാത്രകളെല്ലാം സുവിശേഷപരമായ യാത്രയാണ്.
കാരണം തൻ്റെ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആ കിഴക്ക് പ്രദേശങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിച്ച് അനവധി ആത്മാക്കൾ നേടുവാൻ ഇടവരുത്തി. പക്ഷെ റോമിൽ മാത്രം ഇതിനെ പോയിട്ടില്ല. അതുകൊണ്ട് റോമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. ഉദ്ദേശം മറ്റൊന്നുമല്ല, ആത്മാക്കൾ നേടണം, അവിടെയുള്ള സഭയെ കാണണം, അവിടെയുള്ള കൂട്ടായ്മ അനുഭവിക്കണം, അവിടെയുള്ള ആ കൂട്ടായ്മ വികസിക്കുവാൻ ആവശ്യമായി എന്നാൽ കഴിയുന്നത് എനിക്ക് ചെയ്യാൻ കഴിയണം. എന്നാൽ പൗലോസെ പോലെ ഒരു മനുഷ്യനെ കിട്ടിയാൽ നമുക്കറിയാം, രാവിലെ വരെ നമ്മൾ വചനം കേൾക്കും. ഇങ്ങനെ ഒരാൾ പറയുന്നത്, ആ ദൈവവ്യാഖ്യാനങ്ങൾ യഥാർത്ഥമായി തനിക്ക് കിട്ടിയ വെളിപാടുകൾ, അതിലൂടെ കിട്ടിയ യേശുവിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മൾ എത്രമാത്രം അറിയാൻ ആഗ്രഹിക്കും. അങ്ങനെ ഒരാൾ കിട്ടിയ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാച്ച് നോക്കിയിരിക്കില്ല, ഇങ്ങനെ ക്ലാസ് തീർന്നാൽ മതി. പക്ഷേ വൈകുന്നേരം ക്ലാസ് തുടങ്ങിയ രാവിലെ വരെ നമ്മൾ കേൾക്കും. കാരണം അത്രമാത്രം കേൾക്കാനുണ്ട് ദൈവത്തിൽ നിന്ന്. അത്രമാത്രം ആഴമേറിയ ദൈവിക വെളിപാടുകളുടെ ജ്ഞാനമുള്ള മനുഷ്യരാണ്. ആ കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. യേശുവിൻ്റെ കാൽക്കലിരുന്ന മറിയെ പോലെ. നമ്മൾ ദാഹം എന്തിനു വേണ്ടിയാണ് നമ്മൾ ദാഹിക്കുന്നത്? നമ്മുടെ വിശപ്പ് എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്നറിയാൻ നമ്മൾ ആരാണെന്ന്. നമ്മുടെ വിശപ്പ് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ചിന്തിച്ച് കണ്ടെത്താൻ കഴിഞ്ഞാൽ ജഡത്തിൻ്റേതാണോ ആത്മാവിൻ്റേതാണോ എന്നറിയാം. ജഡത്തിൻ്റേതാണെങ്കിൽ നമ്മൾ ദൈവമക്കളെന്ന നിലയിൽ നിന്ന് വീണുപോയി. ആത്മാവിൻ്റെ ആണെങ്കിൽ നമ്മളിപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ശ്രമിക്കുകയാണ്. അഞ്ചാമത്തെ കാരണം നമുക്ക് നാളെ പറയാം. പൗലോസിൻ്റെ ജീവിതം ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ സമർപ്പിതമാണ്. അതുകൊണ്ടാണ് താൻ റോമിൽ പോകാൻ ആഗ്രഹിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ കണ്ണാടി ഉയർത്തിപ്പിടിക്കുകയാണ്. നമ്മുടെ ദൈവം സംസാരിക്കണം. വചനം ബൈബിളിൽ ലോകത്തിലെ മറ്റൊരു പുസ്തകത്തിലും ഇല്ലാത്ത വലിയ സ്വർഗീയ കൃപ അതാണ്. നമ്മുടെ ജീവിതത്തെ തുറന്ന് കാണിക്കും. മറ്റെല്ലാ പുസ്തകങ്ങളും നമ്മളെ പാപങ്ങളെ മൂടി വയ്ക്കും, ന്യായീകരിക്കും, കാണേണ്ടത് കാണിച്ചു തരില്ല. പക്ഷെ ബൈബിൾ, ദൈവവചനം നമ്മൾ ആരെന്ന് കാണിച്ചു തരും, നമ്മുടെ ആവശ്യം കാണിച്ചു തരും, കുറവ് കാണിച്ചു തരും, എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരും, നമ്മൾ എവിടെ വീണുവെന്ന് കാണിച്ചു തരും. അതാണ് ദൈവവചനം. കാരണം ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം, ദൈവത്തിന് നമ്മുടെ അന്തരംഗങ്ങൾ അറിയാം, ഉൾപ്പുകൾ അറിയാം, ചിന്തകൾ അറിയാം, ആഗ്രഹങ്ങളും ആലോചനകളും എല്ലാം അറിയാം. ദൈവത്തിൻ്റെ വചനം ചൈതന്യവും ജീവനുമുള്ളതാണ്. ഇത് പഴയ പുസ്തകം നമ്മൾ പഠിക്കുകയല്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ എഴുതപ്പെട്ട ദൈവനെ നമ്മളിന്ന് പഠിക്കുമ്പോൾ ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആരാണെന്ന് ദൈവം പറയുകയാണ്. ഇപ്പോൾ എനിക്കെന്താ വേണ്ട ദൈവം പറയുകയാണ്. അത് ബൈബിളിന് മാത്രമേ പറ്റൂ. ബാക്കി നമ്മൾ കഥ വായിക്കുകയാണ്, നേരത്തെ നടന്ന സംഭവം വായിക്കുകയാണ്. നമ്മളെ അത് സ്പർശിക്കില്ല. വികാരമുണ്ടാവും, പക്ഷെ സ്പർശിക്കില്ല, മാറ്റം വരുത്തില്ല. പക്ഷെ ബൈബിൾ നമ്മുടെ ആവശ്യം കാണിച്ചു തരും. നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത തിന്മ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നമ്മൾ വചനം പഠിക്കുമ്പോൾ ദൈവം നമ്മളൊക്കെ അത് കാണിച്ചു തരും. നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ആ തിന്മ ദൈവം കാണിച്ചു തരും. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന വചനം ശ്രദ്ധിക്കണം, ധ്യാനിക്കണം, ചിന്തിക്കണം, നമ്മുടെ ജീവിതമായി ഒത്തുനോക്കി പരിശോധിക്കണം. പൗലോസിൻ്റെ ജീവിതം നമ്മൾ കണ്ടു. താൻ വാഞ്ചിക്കുകയാണ്. തൻ്റെ പ്രാർത്ഥന ദൈവഹിത പ്രകാരം. അവിടെ റോമിലുള്ള വിശ്വാസികളെക്കുറിച്ച് ദൈവം നമ്മളെ കേൾപ്പിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുന്ന വിശ്വാസം. അങ്ങനെ വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വശങ്ങളും എല്ലാവർക്കും അറിയാം. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ ജനങ്ങൾ പരിഹസിക്കുകയാണോ? അത് കർത്താവിനെയും പരിഹസിക്കാൻ ഇടവരുന്നുണ്ടോ നമ്മൾ നിമിത്തം? നമ്മളെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? പ്ലസ് ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പിക്കപ്പെടണം, സ്ഥിരീകരിക്കപ്പെടണം. നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പങ്കാളിത്തം മറ്റൊരു സഹോദരനോ സഹോദരിക്കോ കുറച്ചും കൂടി ബലം, മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടുന്നുണ്ടോ? നമുക്കും ആശ്വാസം, പരസ്പരമുള്ള കൂട്ടായ്മയിലൂടെ ആശ്വാസം, സമാധാനം, സ്നേഹം, ഇതെല്ലാം നമുക്കും ആവശ്യമെന്ന് തിരിച്ചറിയുന്നുണ്ടോ? അതോ ഞാൻ എല്ലാം തികഞ്ഞവനെന്നുള്ള ധാരണയാണോ? എന്താ നാം തേടുന്നത്? അന്യോന്യമുള്ള ബന്ധം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ഏറ്റവും വിലയുള്ളതാണത്. തകർക്കാൻ എളുപ്പമാണ്. അത് കുടുംബത്തിനകത്തും സഭയിലും സമൂഹത്തിലും. സമൂഹത്തിലെ ബന്ധം നമുക്ക് തകർന്നാൽ നമുക്ക് വലിയ അവിശ്വാസികളാണ്, പിന്നെ അത്ര നമ്മളെ നിത്യമായി ബാധിക്കുന്നില്ല. പക്ഷേ ദൈവമക്കളുമായുള്ള ബന്ധം, കുടുംബത്തിനകത്തുള്ള ബന്ധം വളരെ പ്രധാനമാണ്. തുടരാം. അടുത്ത ദിവസം കൂടുതൽ ചിന്തകളിലേക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.